ഹായ് ഹലോ, ഇത് കൃഷ്ണകമലം. അതെ, ദൈവിക കഥകളാൽ അലങ്കരിക്കപ്പെട്ട ഒരു പൂവ്. അതെ, ഈ പൂവ് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒരു പൂവാണ്, വെറും ഒരു പൂവ്. എന്നാൽ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് നോക്കിയാലോ, ഇതിലൊരു കഥയുണ്ട്, ഒരു നിശബ്ദമായ കഥ. അതെ, പൂവിതളുകൾക്കിടയിൽ പുരാണങ്ങളിൽ ഒളിപ്പിച്ച് വെച്ച ഒരു അത്ഭുത ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നത് കൃഷ്ണകമലം എന്നാണ് കേട്ടോ. അതെ, ചിലർക്കിത് ദൈവത്തിൻ്റെ അടയാളമാണ്, ചിലർക്കാണെങ്കിൽ ഇത് ധർമ്മത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ഒക്കെ ഓർമ്മയാണ്. ചിലർക്കിത് മനസ്സ് ശാന്തമാക്കുന്ന ഒരു നിശബ്ദ അനുഭവമാണ്. ഇന്നുണ്ടല്ലോ നമ്മൾ ഈ പൂവിനെ കാണുകയല്ല, കേൾക്കാൻ പോവുകയാണ്. അതെ, ഒരുപാടുണ്ട് ഈ പൂവിനെക്കുറിച്ച് കേൾക്കാനായിട്ട്. അപ്പോൾ കൃഷ്ണകമലം എന്നാണ് ഈ ചെടിയുടെ പേര്. ഈ പേര് വന്നത് അവസാനമില്ലാത്ത ഒരു അവബോധത്തിൽ നിന്നാണ്. എന്താണെന്നറിയണോ? ഈ പൂവിൻ്റെ നടുവിലേക്ക് നോക്കുമ്പോഴുണ്ടല്ലോ ഒരു രാജസിംഹാസനം പോലെ ഒരു ക്രമീകരണം കാണാൻ പറ്റും. അതെ, അത് ചുറ്റിപ്പറ്റി അസ്ത്രങ്ങളെയും ആയുധങ്ങളെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന സൂക്ഷ്മമായ ഘടനകൾ കാണാൻ പറ്റും. പലർക്കും ഇതിൽ പലതാണ് കാണാൻ പറ്റുക. ശ്രീകൃഷ്ണൻ്റെ ചക്രം കാണുന്നുണ്ട്, ഗദ കാണുന്നുണ്ട്, ധർമ്മത്തിൻ്റെ സന്തുലിതാവസ്ഥ കാണുന്നുണ്ട്. അതെ, അതുകൊണ്ടാണ് ഈ പൂവ് ഒരു പൂവായി മാത്രമല്ല, ഒരു ധർമ്മചിഹ്നമായി തന്നെ മാറിയത്. അതെ, അടിപൊളിയാണ് ഈ പൂവ് കാണാൻ. ശരിക്കും പാണ്ഡവരെയും കൗരവരെയും കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ? മഹാഭാരതം നമ്മൾ വായിക്കുന്ന ഒരു കഥയല്ല, ശരിക്കും അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ ഒരു നാഡിയാണെന്ന് പറയാം അല്ലേ? അപ്പോൾ കൃഷ്ണകമലം അതുപോലെ തന്നെയാണ് കേട്ടോ. ഈ പൂവിൻ്റെ ഓരോ ഭാഗവും ഓരോ കഥാപാത്രം പോലെയാണ്. എന്താ പറയുക, ഇതിൻ്റെ ഒരു സമതുലിതമായ ഒരു ഘടനയുണ്ടല്ലോ, അതിനെ ധർമ്മവുമായിട്ട് കണക്ക് കൂട്ടപ്പെടുന്നു. അതിർത്തികൾ കടക്കാത്ത ഒരു ക്രമമുണ്ടല്ലോ, അതിനെ നിയമമായിട്ട് കണക്ക് കൂട്ടുന്നു. കേന്ദ്രത്തിലേക്ക് നോക്കുമ്പോൾ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ധർമ്മയുദ്ധത്തിൻ്റെ ഒരു നിശബ്ദത കാണുന്നുണ്ടല്ലേ? അതിൻ്റെ ഒരു ഓർമ്മ നമുക്ക് വരുമല്ലേ? അതുകൊണ്ടാണ് ഈ പൂവ് ദൈവിക പരിവേഷം അണിഞ്ഞത്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇതിന് വേറൊരു കഥ കൂടിയുണ്ട് കേട്ടോ. ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? പാഷൻ ഫ്ലവർ. ഇനി ആ പാഷൻ ഫ്ലവറിന് വേറൊരു കഥയുണ്ട്. അതാണ് ഈ പൂവിൻ്റെ അടുത്ത കഥ. അതെ, ഈ ഒരു പൂവ് രണ്ട് സംസ്കാരങ്ങൾ, രണ്ട് വിശ്വാസങ്ങൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്നൊരു പൂവാണ്. പാശ്ചാത്യ ലോകം ഉണ്ടല്ലോ, ഈ പൂവിനെ വിളിച്ചത് പാഷൻ ഫ്ലവർ എന്നാണ്. അപ്പോൾ ഇവിടെ ത്യാഗമാണ് ഈ പൂവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു വികാരം. അതെ, ഈ പൂവിലെ നൂൽ പോലുള്ള ഭാഗങ്ങളുണ്ടല്ലോ, ഇത് മുൾക്കിരീടം ആണെന്ന് പറയപ്പെടുന്നുണ്ട്. അത് നിൽക്കുന്ന ഒരു ഘടനയുണ്ടല്ലോ, അത് ആണികളെപ്പോലെ. അവർക്കിതെന്താണെന്നറിയാമോ? യേശുവിൻ്റെ ത്യാഗത്തിൻ്റെ നിശബ്ദമായ ഓർമ്മയാണ്. ഒരേ പൂവ്, ഒരേ പ്രകൃതി, പക്ഷേ വ്യത്യസ്ത വിശ്വാസങ്ങൾ അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് ഈ പൂവിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ദൈവിക പരിവേഷമുള്ളൊരു പൂവാണ് കേട്ടോ ഇത്. ശരിക്കും പ്രകൃതിയുടെ ഒരു കലാസൃഷ്ടി എന്ന് തന്നെ പറയാം. പ്രകൃതി ഒരിക്കലും അലസല്ല അല്ലേ? കൃഷ്ണകമലം അതിൻ്റെ ഒരു തെളിവാണ്. ഒരു ചിത്രകാരൻ നേരെ എടുത്ത് രൂപകൽപ്പന ചെയ്തതുപോലെയുള്ള ഒരു പൂവ്. നിങ്ങൾക്കത് കണ്ടിട്ട് തോന്നില്ലേ? ഒന്നും കൂടുതലുമില്ല, ഒന്നും കുറവുമില്ല, അങ്ങനൊരു പൂവ്. അതിനാലാണ് ഇതിനെ എന്താ പറയുക, കൃഷ്ണകമലം എന്ന പേരിട്ട് വിളിക്കുന്നത് തന്നെ. ഇത് കണ്ടാൽ തന്നെ മനസ്സ് ഒരു നിമിഷം നിശബ്ദമാകുന്നുണ്ട്. നിങ്ങളിതിനൊന്ന് നോക്കി നിന്നേക്കേ. നമ്മുടെ മനസ്സ് ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് കാമാവുന്നത് പോലെ നമുക്ക് തോന്നും. പഴയ കാലത്തുണ്ടല്ലോ ഈ പൂവിൻ്റെ സാന്നിധ്യം അത് മാത്രം മതി നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടാൻ എന്നുള്ളതായിരുന്നു വിശ്വാസം. ഉറക്കം കിട്ടാത്തവർക്ക്, മനസ്സ് ചഞ്ചലമായവർക്ക്, അസ്വസ്ഥത നിറഞ്ഞ ദിവസങ്ങൾക്ക് കൃഷ്ണകമലം ഒരു മരുന്നായി ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ടുള്ളൊരു ശാന്തതയാണ് ഈ പൂവിലിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ വളർത്താൻ എളുപ്പമുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത്. ഇത്രയും ദൈവികമായിട്ടും ഈ ചെടി വളർത്താൻ കഷ്ടമല്ല എന്നുള്ളതാണ് സത്യം. അതെ, നമുക്ക് ഈ ദൈവിക പരിവേഷമുള്ള ചെടികളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര കെയറും എന്താ പറയുക കരുതലും ഒക്കെ കൊടുത്ത് വളർത്തേണ്ടിയിരുന്നു അല്ലേ? പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. ഒരു വള്ളി, ഒരു ചെറിയ സപ്പോർട്ട്, നല്ല സൂര്യപ്രകാശം, മിതമായ വെള്ളം, ഇത്രയുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെടി അടിപൊളിയായിട്ട് വളരും, നന്നായിട്ട് പൂക്കുകയും ചെയ്യും. ചിലർ ഈ ചെടികൾ വീട്ടിലെ കോണിൽ നിർത്തും, ചിലർ ചെടികൾ വീട്ടിലെ നമ്മുടെ മനസ്സിൽ നിർത്തും അല്ലേ? കൃഷ്ണകമലം രണ്ടുമാണ്. കോണിൽ നിർത്തിയാലും നമ്മുടെ മനസ്സിൽ ഈ ചെടി ഉണ്ടാവും, ഈ പൂവുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇനി ഈ പൂവ് എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ പൂവ് കണ്ടാൽ വെറുതെ നോക്കി വിട്ട് കളയരുത് കേട്ടോ. ഒരു കഥ ഓർക്കാം.
ഒരു ധർമ്മം ഓർക്കാം, ഒരു നിശബ്ദത അനുഭവിക്കാം. അതെ, ഈ പൂവിൻ്റെ അടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് നിന്ന് നോക്കൂ, നിങ്ങൾ വേറൊരു ലോകത്തെത്തും. അതെ, അപ്പോൾ ഈ ഒരു പൂവിനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് ഒരൊറ്റ കളർ മാത്രമല്ല കേട്ടോ, ഈ പൂവിലുള്ള പല കളേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം മാത്രം കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിൻ്റെ നീല കളറുണ്ട്, ഇതിൻ്റെ റെഡ് കളറുണ്ട്, ഇതിൻ്റെ വൈറ്റ് കളറുണ്ട്, ഇതിൻ്റെ മഞ്ഞ കളറുണ്ട്. പലതരത്തിൽ ഈ പൂക്കളുണ്ട്. പാഷൻ ഫ്ലവർ, നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൂക്കളോട് സാദൃശ്യമുണ്ട് ഇതിൻ്റെ പൂക്കൾക്ക്. അപ്പോൾ എന്തായാലും കാണാൻ നല്ല ചന്താണ്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വളർത്താനും നല്ല രസമാണ്. മതിലിലോ ആർച്ചിലോ ഒക്കെ പടർത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചന്തത്തിലിങ്ങനെ പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമായിരിക്കും. എല്ലാവരും ഒന്ന് നോക്കി നിന്ന് പോകുന്ന, ഒന്ന് തൊട്ട് തലോടാൻ തോന്നുന്ന ഒരുപാട് കഥകൾ ഒളിഞ്ഞിരിക്കുന്ന ഈ പൂവിനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഒരുപാട് ചെടികൾക്ക് പിന്നിലും ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെകഞ്ഞെടുക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഇപ്പോഴത്തെ പണി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഈ കൃഷ്ണകമലം എന്ന ഈ പൂച്ചെടിയെ ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും കഥകൾ അറിയാമായിരുന്നോ? എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും ഈ ചെടി ഭയങ്കര ഇഷ്ടമാണ്. ഈ പൂക്കളും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കളേഴ്സ് ഇതിലുണ്ട്. എങ്കിൽ തന്നെയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളറാണ്. അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് വിൽപ്പനയ്ക്കായിട്ടുണ്ട് കേട്ടോ. ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഡയറക്റ്റോ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പൂക്കളാണ്. നല്ല രസമാണ് ഇത് കാണാൻ. ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെടികളുടെയും പൂക്കളുടെയും ഈ കഥകൾ ഇഷ്ടമായോ? ഈ ചെടി ഇഷ്ടമായോ? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് പ്രകൃതിയുടെ രഹസ്യങ്ങൾ നമ്മളുടെ ഓരോ പൂവിലും ചെടിയിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ അറിയണമെന്നും കാണണമെന്നും കേൾക്കണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടി ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പൂക്കളെയും ചെടികളെയും കുറിച്ച് ഇതുപോലുള്ള കഥകളും അതിൻ്റെ പിന്നാമ്പുറ ചരിത്രങ്ങളും അത് എവിടെ നിന്ന് വന്നതാണ് എന്നൊക്കെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ? ചില പൂക്കളെയും ചെടികളെയും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പൂർവ്വകാലം അറിയണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ചെടികളുടെ പേരും ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പറയാവുന്നതാണ്. അത്തരം ചെടികളെക്കുറിച്ചും നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താ, ഇഷ്ടമായോ ഈ ചെടി? ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.